നമസ്കാരം. പെല്ലറ്റ് രഹിത പശു വളർത്തൽ അറിവുകൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രതിപാദ്യ വിഷയം നമ്മുടെ ക്ഷീരമേഖല നേരിടുന്ന പ്രധാന വിഷയമാണ്. പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകർക്ക് ഏറ്റവും പ്രധാനം അവരുടെ പശുക്കളാണ്. ആ പശുക്കൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും അപകടത്തിൽ പശുക്കൾ മരിക്കുക, അതുപോലെ തന്നെ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അകിടുവീക്കം പോലുള്ള രോഗങ്ങൾ വന്ന് പാല് കിട്ടാതെ വരിക, അതുപോലെ തന്നെ പല പ്രാവശ്യം കുത്തിവെച്ചിട്ടും ചെന പിടിക്കാതെ വരിക, ഈ രണ്ട് കേസുകെട്ടുകൾ ഉണ്ടായാൽ ക്ഷീര കർഷകർക്ക് ഇൻഷുറൻസിൽ നിന്നും പരിരക്ഷ ലഭിച്ചിരുന്നു. ഈ ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്നത് ഒരു 50,000 രൂപ പോളിസി എടുത്ത ക്ഷീര കർഷകർക്ക് പശു ചത്താൽ പൂർണ്ണമായും 50,000 രൂപ ലഭിക്കുകയും ഡിസബിലിറ്റി അതായത് ചെന പിടിക്കാതെ വരിക, അകിടുവീക്കം വന്ന് പാൽ ലഭിക്കാതെ വരിക, അതായത് അവൻ്റെ വരുമാന മാർഗം ഇല്ലാതായാൽ പകുതി പൈസ ലഭിക്കുകയും നമുക്കത് എന്തെങ്കിലും ചെയ്യുകയോ വയ്ക്കുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ കാലങ്ങളായി ഈ തുടരുന്ന പ്രവൃത്തി ക്ഷീര വികസന വകുപ്പും മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് മൃഗസംരക്ഷണ വകുപ്പാണ്. മൃഗസംരക്ഷണ വകുപ്പ് വഴി ഒരു പോളിസി എടുക്കുന്നതിന് കർഷകർക്ക് 695-700 രൂപ മുടക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 50,000 രൂപ മുടക്കി ഒരു സ്വകാര്യ കമ്പനിയിൽ ഒരു ക്ഷീര കർഷകൻ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ മുൻപുണ്ടായിരുന്ന പോളിസി 50,000 രൂപയുടെ 5%, അതായത് 2,500 രൂപയും 18% ടാക്സുമായിരുന്നു. 18% ടാക്സ് എന്ന് പറയുന്നത് 18 36 18 90 36 450 രൂപയും കൂടെ മുടക്കിയാൽ മതിയായിരുന്നു. 2,500 രൂപയ്ക്ക് 360 അതിൻ്റെ പകുതി 90 രൂപയുടെ 360 90 450 രൂപ മുടക്കിയാൽ മതി. അതായത് 2,500 450 കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ടാക്സും കൂടെ 2,950 മതിയായിരുന്നു. എന്നാൽ ഇൻഷുറൻസ് കമ്പനി ഈ 5% എന്നുള്ളത് 6% വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഉള്ള അവസ്ഥ 50,000 രൂപയ്ക്ക് ഒരു ക്ഷീര കർഷകൻ ഇൻഷുർ ചെയ്താൽ 50,000 രൂപയുടെ 6%-മായ 3,000 രൂപയും അതിൻ്റെ 18% ടാക്സായ 540 രൂപയും കൂടെ 3,540 രൂപ എടുക്കേണ്ടിടത്ത് മൃഗസംരക്ഷണ വകുപ്പ് വഴി ഇതേ പോളിസിയിൽ ഒരു ക്ഷീര കർഷകൻ അംഗമായാൽ തുച്ഛമായ 695-700 രൂപയുടെ മുടക്കേ ഉണ്ടായിരുന്നുള്ളൂ. കാലങ്ങളായി ഇത് മൃഗസംരക്ഷണ വകുപ്പ് വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഉദ്ദേശം 1000-ഓളം പഞ്ചായത്തുകൾ 1000-ഓളം പഞ്ചായത്തിൽ ഒരു മൃഗാശുപത്രി കൂട്ടിയാലും ഉദ്ദേശം ഒരു 1000-ഓളം മൃഗാശുപത്രി വഴി ഒരു ഉദ്ദേശം 15, 20, 25-ഓളം ഉരുക്കൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അത്രയുമാണ് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സർക്കാർ ഇപ്പോൾ ഏകദേശം അടുപ്പിച്ചൊരു 7 വർഷമായി 7-8 വർഷത്തിലേക്ക് ഭരണത്തിൽ വന്നു. ഈ സർക്കാർ വന്നപ്പം ക്ഷീര വികസന വകുപ്പ്, അത് എടുത്തു പറയണം, ക്ഷീരം പ്ലസ് വികസനം പ്ലസ് വകുപ്പ്, ക്ഷീരത്തെ വികസിപ്പിക്കുന്ന വകുപ്പ്. ഇപ്പം ആരാണ് വികസിക്കുന്നതെന്ന് കണ്ടറിയണം. കാരണം ഉദ്ദേശം 160 ക്ഷീര വികസന വകുപ്പും 14 ജില്ലാ ഓഫീസുമുണ്ട്. ഇവർ വഴിയാണ് ഈ പുതിയൊരു ഇൻഷുറൻസ് സ്കീം സർക്കാർ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് ക്ഷീര സാന്ത്വനം. ഈ ക്ഷീര സാന്ത്വനം വഴിയുള്ള പ്രത്യേക ഗുണം എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങിയപ്പോൾ പശുക്കൾക്ക് മാത്രം ആയിരുന്നു ഇൻഷുറൻസ്. ഉദ്ദേശം 700-750 രൂപ, ഉദ്ദേശം 900-700 രൂപയുടെ ഒരു ക്ഷീര കർഷകൻ മുടക്കിയാൽ 50,000 രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കുമായിരുന്നു. അതായത് നമുക്ക് മൃഗസംരക്ഷണ വകുപ്പ് വഴി ഒരു പഞ്ചായത്തിൽ 15-20 ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു ക്ഷീര വികസന വകുപ്പ്, അതായത് 160 എണ്ണമുള്ള ക്ഷീര വികസന വകുപ്പ് ഉദ്ദേശം ഒരു ബ്ലോക്കിൻ്റെ കീഴിൽ വരണം, അവർ 7 പഞ്ചായത്തിന് വരണം. അങ്ങനെ വരുമ്പോൾ ഒരു കർഷകന് 3 പശുക്കളെ ഇൻഷുർ ചെയ്യാനുള്ള സാഹചര്യം അതിലുണ്ടായിരുന്നു. അതായത് കേരളത്തിലെ ആവറേജ് പശുക്കളും, അതായത് മൃഗസംരക്ഷണ വകുപ്പ് വഴിയാണെങ്കിൽ എൻ്റെ ഒരു പശുവിനെ ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ.
അതൊരു പഞ്ചായത്തിൽ 15 രൂപയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. എന്നാൽ ക്ഷീരവികസന വകുപ്പ് വഴി ഈ ഇൻഷുറൻസ് പോളിസി വന്നപ്പോൾ എൻ്റെ പശുവിന് 3 എണ്ണത്തിന് എനിക്ക് ഇൻഷുർ ചെയ്യാം. അതായത് കേരളത്തിലെ എല്ലാ പശുക്കളും ഇൻഷുറൻസ് പരിരക്ഷ ഈ ഒരു പദ്ധതിയിൽ കൂടെ ലഭിച്ചിരുന്നു. വളരെ നല്ല കാര്യമാണ്. 2ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ, ആ പോളിസിയുടെ 2ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ അതിനകത്ത് ഈ ഒരു പശുവിൻ്റെ 50,000 രൂപയുടെ പശുവിന് ഉദ്ദേശം 905 രൂപ പോളിസി ചെലവ്. അതായത് ക്ഷീര കർഷകൻ 3540 രൂപ കൊടുക്കുന്നിടത്ത് 905 രൂപ മാത്രമേ മുടക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 905 രൂപ മുടക്കിൽ കൂട്ടത്തിൽ ഒരു സർക്കാരും കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഏർപ്പെടുകയും ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഭാര്യ രണ്ടിൽ ഒരാൾ മെയിനായിട്ട് അംഗത്തുള്ള ആളായിരിക്കും സംഘത്തിൽ. ആ ആളിനെ മെയിനും, സപ്പോസ് ഒന്നി ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ഒരാൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും കൂടുതൽ ഭാര്യയ്ക്കും 25 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ 1 ലക്ഷം രൂപ വരെയുടെ കവറേജ് ലഭിച്ചിരുന്നു. അതായത് സാധാരണ ഇപ്പോഴുള്ള സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ഒരു 9,000 രൂപ പോളിസി എടുത്താൽ ആ ഇൻഷുറൻസിൽപ്പെട്ട ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ചില പ്രത്യേക രോഗങ്ങൾ 6 മാസം കഴിഞ്ഞാൽ വരാവൂ. അങ്ങനെയുള്ള പ്രത്യേകത കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ക്ഷീരവികസന വകുപ്പ് വഴി ക്ഷീര കർഷകർക്കും കുടുംബത്തിനും ലഭിച്ചിരുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് വളരെ ഗുണവും എളുപ്പവുമായിരുന്നു. കാരണം 1 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പോളിസി കവറേജ് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ആശുപത്രി ബില്ലിന്റെ പേയ്മെന്റ് കൊടുത്താൽ ആശുപത്രി, അതായത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇൻഷുറൻസിൽപ്പെട്ട ഒരാൾ നമുക്ക് സ്ഥിരം അസുഖമുള്ള ഒരാളാണ്, ആ അസുഖമുള്ള ഒരാളിന് ഒരു 2000-3000 രൂപ നമുക്ക് മരുന്ന് മേടിക്കണം, ആ പോളിസിയുടെ പൈസ വരെ കിട്ടുമായിരുന്നു. വളരെ അനുഗ്രഹമുള്ളൊരു പോളിസി. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ ആശുപത്രി കവറേജ്. ആ ആശുപത്രി കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ATM കാശിൻ്റെ എടുക്കുന്ന പരിപാടിയാണ്. നമുക്കൊരു കാർഡ് ലഭിക്കുമായിരുന്നു. ആ കാർഡ് ആശുപത്രി കൊടുക്കുന്നു, നമ്മളിപ്പോൾ ഇന്ന് പോകുന്നു, അടുത്ത ബുധനാഴ്ച ഓപ്പറേഷൻ ഉണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു, ഇന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആശുപത്രിക്ക് ഒരു 50,000-80,000 ബില്ല് വരുവാണെങ്കിൽ നമുക്ക് പൈസ മുടക്കില്ല. ആ ആശുപത്രിക്കാർ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്ത് അക്കൗണ്ടും എല്ലാം സെറ്റിലായി കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് ആശുപത്രി വിട്ടു വരുമ്പോൾ 1 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് നമുക്ക് ലഭിക്കുമായിരുന്നു. ആ 1 ലക്ഷം രൂപ അതായത് ഭാര്യ ഭർത്താവ് 2 പിള്ളേർക്കാരും ലഭിച്ചിരുന്നത്. അത് വളരെ അനുഗ്രഹകരമായ പോളിസിയായിരുന്നു. അത് ഇൻഷുറൻസ് കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം, അതായത് പശുക്കൾ കൂടുതൽ ചാകുകയും പോളിസി കുറവായപ്പോൾ ഇൻഷുറൻസ് കമ്പനി പുറകോട്ട് വലിയുന്നു. ഈ ഇൻഷുറൻസ് കമ്പനി പുറകോട്ട് വലിച്ചപ്പോൾ 3ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു, പശുവിൻ്റെ ഇൻഷുറൻസ് ആദ്യം ഞങ്ങൾ പിടിക്കുന്നില്ല, എന്നാൽ പണ്ട് ഇൻഷുർ ഉണ്ടായിരുന്ന മനുഷ്യന്റെ പോളിസി പിടിക്കാം. ഈ മനുഷ്യന്റെ പോളിസി പിടിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് പല കർഷകരും പുറകോട്ട് വരികയും ആദ്യം മനുഷ്യന്റെ പോളിസി പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇതേ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു, മുൻ വർഷം ചെയ്ത പശുക്കൾ അത് 2-3 ഉണ്ടെങ്കിൽ അതിലൂടെ ചെയ്യാവുന്നതായി. അങ്ങനെ ആ വർഷവും കടന്നുപോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ കഴിഞ്ഞ 1.5 വർഷത്തോട് ഉദ്ദേശമായി കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ചത് ഇൻഷുറൻസ് കമ്പനി പാടെ പിൻവലിഞ്ഞു ഈ മേഖലയിൽ നിന്ന്. അങ്ങനെ പിൻവലിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മനുഷ്യന് മാത്രം, അതായത് പാലളക്കുന്ന ക്ഷേമനിധിയിലുള്ള ഒരു കർഷകന് മാത്രമായി ഇൻഷുറൻസ് കുറഞ്ഞിരിക്കുന്നു. അതായത് ക്ഷേമനിധിയിലുള്ള അംഗത്തിന്. അപ്പോൾ ഭാര്യയ്ക്കോ പിള്ളേർക്കോ വേണമെങ്കിൽ നല്ലൊരു എമൗണ്ട് 6,000-7,000 രൂപ കൊടുക്കേണ്ട ഗതികേടിലേക്ക് വന്നു. നമ്മൾ അടിസ്ഥാനപരമായി ആലോചിക്കേണ്ട മൃഗ സംരക്ഷണ വകുപ്പ്, ക്ഷീര വികസന വകുപ്പ്, അങ്ങനെ കുറെ വകുപ്പുകളുണ്ട് ഇവിടെ. ഈ വകുപ്പുകൾ മൃഗത്തിനെ സംരക്ഷിക്കുകയും അതിനോടനുബന്ധമായി വരുന്ന കർഷകർ, നല്ല കാര്യമാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഈ ഇടതുപക്ഷ സർക്കാർ ഉദ്ദേശം 5 ലക്ഷം രൂപ, 5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാർക്ക് പെൻഷൻ ഏർപ്പെടുത്തി. അതായത് നമ്മുടെ നികുതിപ്പണം, ഞാനും നിങ്ങളുള്ള ഓരോരുത്തരുടെ നികുതിപ്പണം കൈപ്പറ്റ് ശമ്പളം പറ്റുന്നവർക്ക് സ്വകാര്യമായിട്ടും അല്ലാതെ ഇൻഷുറൻസ് എടുക്കാമായിരുന്നു. അവർക്ക് വരെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. അപ്പോൾ ക്ഷീരകർഷകനില്ല, അടിസ്ഥാനമായി ക്ഷീരം വരുന്ന പശുവുമുള്ള മേഖലകൾക്കില്ല. അങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ കേന്ദ്ര ഫണ്ട് കുറവാണെന്ന് പറയുകയും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി ക്ഷീര സംഗമം, അതായത് പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാനതല സംഗമം കഴിഞ്ഞ ഫെബ്രുവരിയിൽ തൃശ്ശൂർ വെച്ച് നടന്നപ്പം മന്ത്രി പ്രഖ്യാപിച്ചു, കേന്ദ്രം ഫണ്ട് തരുന്നില്ല, ഞങ്ങൾ
പുതിയ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതായിരിക്കും. അങ്ങനെ ക്ഷീരകർഷകരെ എല്ലാം രക്ഷിക്കും. ഈ മന്ത്രിയുടെ വില വെറും പുല്ലുവിലയുള്ളൂ. വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഈ മന്ത്രി ചെയ്യുന്നത്. കാരണം മന്ത്രി പ്രഖ്യാപനം നടത്തുന്നു, ഒന്നും ഇവിടെ നടപ്പാക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനപരമായി നമ്മുടെ മന്ത്രിയുടെ പ്രഖ്യാപനത്തിലേക്ക് കടന്നു വന്നാൽ ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ വന്നിട്ട് ഉദ്ദേശം 3ാമത് വർഷത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം നിയമസഭയിൽ ഈ മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. എന്തോ കുളമ്പ് രോഗത്തെ പറ്റിയാണ്. അതായത് ശൈശവ ദൃശ്യാണ്. മന്ത്രിക്ക് വലിയ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല, അറിയുന്നില്ല. സാധാരണ നിയമസഭയിൽ റെക്കോർഡ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന വായിക്കാന്നൊരു പണിയാണ് മന്ത്രിക്കുള്ളത്. അപ്പോൾ ഏതോ ഒരു അംഗം ചോദിച്ചപ്പോ ഈ നമ്മുടെ തിലകം പറയും ബബ എന്നുള്ള ഒരു അവസ്ഥയിലോട്ടെത്തി. ഇത് ജനൻ TV എന്ന് പറഞ്ഞ ഒരാൾ, ഒരു TV കാര് അത് കട്ട് ചെയ്ത് ക്യാപ്സ്യൂളാക്കി മന്ത്രിയുടെ ബപ്പപ്പെ അങ്ങ് പോസ്റ്റ് ചെയ്തു. അത് ഞാൻ ഷെയർ ചെയ്യും. ഇവിടുത്തെ പ്രമുഖ കമ്പനികൾ വരും, സഖാവേ അത് നിങ്ങളുടെ മന്ത്രിയെ കിട്ട് കൊള്ളിക്കാൻ വേണ്ടി ജനൻ TV ഇട്ട പോസ്റ്റാണ്. ഞാൻ മന്ത്രിയാണ്, കാരണം ഞാൻ കർഷകരുടെ ഭാഗത്താണ്. ഇങ്ങനെ പറയുകയും മന്ത്രി കുറെ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. മന്ത്രി പഠിച്ച് മുന്നോട്ട് വന്നു. അടുത്ത ഘട്ടത്തിൽ മന്ത്രി നിയമസഭയിൽ, ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ രേഖാമൂലം ആരോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് മറുപടി പറഞ്ഞാണ് ക്ഷീര കർഷകർ പ്രതിസന്ധിയിലാണ്, അവർക്ക് പാലിന് സബ്സിഡി കാര്യങ്ങളൊന്നും കിട്ടുന്ന എല്ലാം കൊണ്ടും വിഷമത്തിലാണ്, കാലിത്തീറ്റ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്ഷീര കർഷകർക്ക് പ്രതിമാസം 1 ലിറ്റർ പാലളക്കുന്നതിന് 4 രൂപ സബ്സിഡി ആയിട്ട് എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് വരും. അതായത് ഉദ്ദേശം 28 കോടി രൂപ വേണം ഒരു മാസത്തെ കണക്ക്. ഔദ്യോഗിക കണക്ക് എനിക്കറിയില്ല, ഉദ്ദേശം 28. മന്ത്രിക്ക് എഴുതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ എന്ത് കണ്ടുകൊണ്ട് എഴുതി കൊടുത്തു? മന്ത്രി ഇത് വായിച്ചു. മന്ത്രി ഉദ്ദേശിച്ചത് ത്രിതല പഞ്ചായത്ത് വഴി 1 രൂപയും ക്ഷീരവികസന വകുപ്പ് വഴി 1 രൂപയും എല്ലാ മാസവും അക്കൗണ്ടിലോട്ട് 10 രൂപ. ഞാൻ വീണ്ടും റീപോസ്റ്റ് ചെയ്തു, മന്ത്രിക്ക് സ്വാഗതം, നല്ല കേസ് കിട്ട്. അപ്പോഴേ പൂരപ്പാട്ടായിരുന്നു ബാക്കിയുള്ളവർ. ഇതൊന്നും കിട്ടില്ല. സത്യമായിട്ട് പറഞ്ഞാൽ ഒറ്റ മാസത്തേനാണ് കിട്ടിയിരിക്കുന്നത്, ബാക്കി കാലത്തിനില്ല. അതായത് നമ്മുടെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ 1500 1600 പ്രതിമാസ വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അവിടെ ഫണ്ട് ഉണ്ടെങ്കിലോ പ്രഖ്യാപിക്കുകയുള്ളൂ. ഫണ്ട് ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും കടമെടുത്ത് കൊടുക്കുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിലെ കൂടത്തിൽപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ രേഖാമൂലം പറയുമ്പോൾ എന്നെ കൂട്ടുള്ള കർഷകരും ഈ ജനവും വിശ്വസിക്കുന്നത് അത് ശരിയാണ്, കിട്ടുമെന്നാണ്. എന്നാൽ നമ്മുടെ മന്ത്രിയുടെ വാക്കിന് വെറും പുല്ലുവര. 1 മാസം കിട്ടുള്ളൂ. ഇത്രയും പണം, അതായത് എന്റെ പോക്കറ്റിൽ 10 രൂപ ഉണ്ടാവും, അല്ലെ നാളെ കിട്ടും എന്ന് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് പറയാവുള്ളൂ. അതുപോലെ തന്നെ ഇത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. കേന്ദ്രം തരുന്നില്ലാന്നേ, അത് ടാക്സ് കൊടുക്കുന്നൊക്കെ തരുന്നില്ല, അത് സമ്മതിക്കുന്നു. ഇത് ഇന്നലെ തുടങ്ങിയതല്ലോ. ഈ മന്ത്രിസഭ ഇപ്പൊ 5 3 8ാമത്തെ വർഷത്തിലേക്ക് വന്നു. കേന്ദ്ര മന്ത്രിസഭ കൊടുക്കുന്നില്ല, എല്ലാവരും പറഞ്ഞു. അങ്ങനെ കൊടുക്കുന്നില്ല എങ്കിൽ പ്രഖ്യാപിക്കരുത്. ഇത് കിട്ടിയാലൊന്നും മറ്റു മാർഗങ്ങൾ കണ്ടെത്തണമെന്നും വ്യക്തമായിട്ട് അറിയാം. ഇല്ലെങ്കിൽ ക്ഷീര കർഷകരെ പറഞ്ഞു പറ്റിക്കരുത്. അതായത് മന്ത്രി നടത്തുന്ന പ്രസ്താവനകള് എല്ലാം പ്രസ്താവനകൾ മാത്രമായി മാറുകയാണ്. മന്ത്രി അന്ന് കഴിഞ്ഞ ഫെബ്രുവരി 16 തൃശ്ശൂർ പേർത്തെ അടിപൊളി സംഗമത്തെ പ്രഖ്യാപിച്ചു. കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതിന്റെ പേരിൽ ഞങ്ങൾ ഇൻഷുറൻസ് കൊടുക്കും. എവിടെ കിട്ടി ഇൻഷുറൻസ്? നമുക്കാർക്കും ഇൻഷുറൻസ് കിട്ടിയിട്ടില്ല. അപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടുന്നവർക്ക് ഇൻഷുറൻസ് ഉണ്ട്, അവർക്ക് സ്വകാര്യ ഇൻഷുറൻസ് എടുക്കാം, അവർക്ക് കൊടുത്തു. അപ്പോഴും ക്ഷീര കർഷകന്റെ കാര്യം മറന്നു. അതായത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയാ, നടപ്പാക്കാതിരിക്കുക. അത് കഴിഞ്ഞ് ഇടയ്ക്ക് മന്ത്രി ഒന്ന് പ്രസ്താവിച്ചു, എന്താണ്, നമ്മൾ തമിഴ്നാട്ടിൽ വന്നു, ഇതുപോലെ ഈ കോവിഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു, അതുകൊണ്ട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് പശുക്കൾ വരുമ്പോ ക്വാറന്റൈൻ ഏർപ്പെടുത്തും. ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മളത് പഠിച്ചത്, ഒരു 15 ദിവസം മാറ്റി നിർത്തുക നമ്മുടെ പശുക്കൾക്ക് അസുഖം ഉണ്ടായിരിക്കാൻ. അതായത് നിയമനമനുസരിച്ച് കോശികളിൽ എവിടെയെങ്കിലും ഷെൽട്ടർ ഉണ്ടാക്കി മാറ്റി നിർത്തും. മന്ത്രി എന്തുകൊണ്ട് പറഞ്ഞു എന്നറിയില്ല, പ്രഖ്യാപനങ്ങൾ മാത്രം. അന്നും ഇഷ്ടം പോലെ അറവ് മാടുകൾ മറ്റ് സംസ്ഥാനത്ത് നേരിട്ട് കയറി വരുന്നു. അതിന് ക്വാറന്റൈൻ വേണ്ടേ? മാടുകളിൽ കൂടി വരുന്ന നിരവധിയായ അസുഖങ്ങൾ എല്ലാത്തിനും ഉദാഹരണം നമ്മുടെ ഇപ്പോഴത്തെ കുളമ്പ് രോഗം, നമ്മുടെ വൈറസ് നമ്മുടെ കോവിഡിനെക്കാട്ടിയും വളരെ വലിയ വ്യാപ്തിയുള്ളതാണ്. അതായത് കുളമ്പ് രോഗത്തിന്റെ വൈറസുകൾ
ഒരു 60 കിലോമീറ്റർ യാത്ര ചെയ്ത് മൃഗങ്ങളിലെത്തും. അപ്പൊ മന്ത്രി പറഞ്ഞു ക്വാറന്റൈൻ വെച്ച് പശുവിനെ കൊണ്ടുവന്നു, ബാക്കി കശാപ്പ് വരുന്ന നാടുകളൊക്കെ ഫ്രീ ആയിട്ട് വരും, അവിടെ ഒന്നും ക്വാറന്റൈൻ ഏൽക്കുന്നില്ല. എല്ലാം പ്രഖ്യാപനങ്ങളല്ലാതെ യാതൊന്നുമില്ല. ഇനി ഇതേ ഫെബ്രുവരിയിൽ മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. ക്ഷീരകർഷകരുടെ നിരന്തരമായ അഭ്യർത്ഥനയാണ് പശുവിനെ കറക്കുന്ന 2 ടൈം കറവ ടൈം ഒരു 12 മണിക്കൂറാക്കുക. ഈ 12 മണിക്കൂറാക്കാത്തതിന് അടിസ്ഥാന വിരോധികൾ വർഗങ്ങൾ നമ്മുടെ മിൽമാണ്. അതായത് ക്ഷീരകർഷകരുടെ പാലളന്ന് ഒരു 11 മണിയാകുമ്പോൾ ഓഫീസിൽ കിട്ടണം, അവർക്ക് കണക്ക് കൂട്ടണം. ഉച്ചക്കത്തെ ഇവൻ ചത്താലും വേണ്ട ഒരു 5 മണിക്കൂർ സംഭവം വരണം. അതായത് കർഷകർ 1:45 2 കറന്ന് 3:30 മുന്നോട്ട് പോയിട്ട് 5 മണിയാകുമ്പോൾ അവർക്ക് കൂട്ടണം. അതായത് മിൽമ വേർന്ന്, ക്ഷീരവികസന വകുപ്പ് വേർന്ന്, മന്ത്രി വേർന്ന്. അപ്പൊ മന്ത്രി ഒരു പാതയും പറഞ്ഞ എന്താ പറയുക, വില കൂട്ടുന്ന വിഷയം പാൽവരി. അതെ, മിൽമ നമ്മുടെ വകുപ്പിൽപ്പെട്ടതല്ല, അവർക്ക് കൂട്ടാനും കുറയ്ക്കാനുമുള്ള അധികാരമുണ്ട്. അതായത് പെട്രോളിയം കമ്പനിക്ക് മുൻ ഭരണവർഗങ്ങൾ, കേന്ദ്ര ഗവൺമെന്റുകൾ ആദ്യം പെട്രോൾ പിന്നെ ഡീസലിനും അവർക്ക് അവകാശം കൊടുത്തു. അതായത് സർക്കാരുകളാണ് കൊടുക്കുന്നത്. എന്നാൽ 3/2 ഭൂരിപക്ഷമുള്ള ഈ സർക്കാർ ഈ മിൽമയുടെ തോന്നിയവാസത്തിനെ എതിർത്തുകൊണ്ട് ക്ഷീരകർഷകർക്ക് അനുകൂലമായി ബിൽ പാസ്സാക്കിയാൽ അവരുടെ ആ പരമാധികാരിയും എടുത്തു കളാമായിരുന്നു. അങ്ങനെ എടുത്തു കളയാത്തതിന്റെ കാരണം എന്താണ്? ഇവരുമായിട്ടൊരു ടൈപ്പ് ഉണ്ട്. അപ്പോഴും ക്ഷീരകർഷകൻ വേണ്ടല്ലോ. കാരണം മിൽമയ്ക്ക് 1 ലിറ്റർ പാലിൽ ക്ഷീരകർഷകൻ കൊടുത്തില്ലെങ്കിൽ പോലും കർണാടക, തമിഴ്നാട്ടിൽ 36-37 രൂപയ്ക്ക് എടുത്തുകൊണ്ട് 10-15 രൂപ ഇപ്പോൾ കിട്ടുന്നതിൽ അധികമായ ലാഭം ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് ഒരു പ്രശ്നവും അവർക്കില്ല. പിന്നെ ക്ഷീരകർഷകൻ വേണ്ടല്ലോ. പക്ഷേ മന്ത്രിയും ഈ ഇതിനോടനുബന്ധമായി ജീവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ഒന്നും ഓർക്കണം, ഈ ക്ഷീരകർഷകരിലെ വകുപ്പില്ല, മന്ത്രിയില്ല, മന്ത്രി ഇല്ലെങ്കിൽ ഡോക്ടറില്ല, ക്ഷീരവികസന ഓഫീസർ ഇല്ല, ലൈഫ് സ്റ്റോക്ക് ഇന്നോട് അസോസിയേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇവരുടെ എല്ലാം അന്യം നിന്ന് പോകും. അതിന്റെ അടിസ്ഥാന കാരണം ക്ഷീരകർഷകരാണ്. ക്ഷീരകർഷകൻ അന്യം നിന്ന് പോകുന്നതിന്റെ കാരണം അവന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഇതുപോലെ തെറ്റായ നയങ്ങളാണ് മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതേ മന്ത്രി നിരവധി പാഴ്വാക്കുകൾ പറഞ്ഞതിൽ അടുത്തൊരു പാഴ്വാക്ക് ഇതാ കേൾക്കുക. ഈ പറഞ്ഞ കറവ ടൈം വൈകിട്ടാക്കി എല്ലായിടത്തും നമുക്ക് സന്ധ്യക്കാകാം. മന്ത്രി പ്രഖ്യാപനം നടത്തി. ഇപ്പൊ സംഭവിച്ചെന്താ, ഒരു കുറെ സംഘങ്ങൾ മാത്രം 4 തൊട്ട് 5 വരെ ആക്കി, ബാക്കി 6 ആക്കിയിട്ട്. അതായത് ഈ വകുപ്പിനെ നിയന്ത്രിക്കുന്ന മന്ത്രി ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഘടകത്തിൽ ഈ പണി ചെയ്യാതിരിക്കുക. കാരണം ക്ഷീരവികസന വകുപ്പ് വഴിയാണ്, അതായത് ഉദ്ദേശം 160 ക്ഷീരവികസന വകുപ്പ് വഴിയും 14 ജില്ലാ വകുപ്പ് വഴിയാണ്, ജില്ലാ ഓഫീസ് വകുപ്പ് വഴിയാണ് ഇത് നടപ്പാക്കേണ്ടത്. ഇത് നടപ്പാക്കാതിരിക്കോ മോണിറ്റർ ചെയ്യാന്നുള്ളൊരു പണി മന്ത്രി ചെയ്യണം. ഇതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. അതുപോലെ ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഈ രണ്ടിനും കൂടെ ഒരു ചെയർമാൻ, പണ്ട് കൗശിക്കുള്ള ഒരു IAS ഉണ്ടായിരുന്നു. ഇനി 2 പേരും 2 ചെയർമാന്റെ പാർട്ടിക്കാർക്ക് വീതം വെക്കും. ഇത് അതുമില്ല. ഈ രണ്ടും കൂടെ ഒരേ കൂടെ കീഴിൽ വരുത്തുകയാണെങ്കിൽ ഇവിടുത്തെ കോടിക്കണക്കിന് രൂപ വാടക പാഴ്ചെലവിനത്തിൽ നഷ്ടം മാറിയെടുക്കാൻ പറ്റും. ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് രണ്ടും രണ്ടേ പരിപാടി നടക്കുകയുള്ളൂ. ഇത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്നും രണ്ടാമത് ജനം കൊടുക്കുന്നതിന് ആനുകൂല്യം വെച്ചാണ് വീണ്ടും രണ്ടാമത് കയറിയത്. അപ്പൊ ഞാനടക്കമുള്ള ക്ഷീരകർഷകർക്കും പ്രതീക്ഷയുണ്ട്. മുൻവരുന്ന ഡോക്ടർ അഡ്വക്കേറ്റ് രാജുവായിരുന്നു, അദ്ദേഹം കുറെ ചെയ്തു, ബാക്കിയെല്ലാം കൂടെ ചെയ്യും എന്നൊരു പ്രതീക്ഷയായിരുന്നു. മന്ത്രി പഠിച്ച് ഇത്രയായിട്ട് മന്ത്രി ഒന്നും പഠിച്ചിട്ടില്ല. കാരണം ഉള്ളിലുള്ള വകുപ്പ്, ക്ഷീരവികസന വകുപ്പിനെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ ഈ മന്ത്രിക്കാവുന്നില്ല. എന്തുകൊണ്ട് മന്ത്രിക്കാവുന്നില്ല? ആ വകുപ്പിനെ നിയന്ത്രിച്ചായിരുന്നെങ്കിൽ ഇതിന്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമായിരുന്നു. പിന്നെ നമ്മുടെ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഡോക്ടർമാരുടെ അപര്യാപ്തതയാണ്. ഈ ഡോക്ടർമാരുടെ അപര്യാപ്തതയെ പറ്റി പറയുമ്പോൾ ഉദ്ദേശം ഒരു 1000 പഞ്ചായത്ത് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ 1200 ഡോക്ടർ വേണമെന്ന് വിചാരിക്കുക. ഒരു 800 ഡോക്ടറേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഡോക്ടറെ കൈക്കൂലി കേസ് അറസ്റ്റ് ആയി അവിടെ പിന്നെ ഒരു വർഷത്തെ ഒരു ഡോക്ടർ വരില്ല. അതിന് വലിയ ഉന്നതതല പിടികളൊക്കെയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ 5 ലക്ഷം ജീവനക്കാരിൽ IAS മുതൽ ഒരു പ്യൂൺ വരെ, അതായത് ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവർ പ്രൈവറ്റ് ബസ് ഓടിച്ചാൽ പണി പോകും, അല്ലെ ഒരു വില്ലേജ് ഓഫീസർ ഒരു മുടുക്കാങ്കയുടെ ബില്ല് കൊടുത്താൽ പണി പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ 5 ലക്ഷം പേരിൽ ഉദ്ദേശം മനുഷ്യന്റെ ഡോക്ടർക്ക് പ്രിവിലേജ്, മനുഷ്യന്റെ ഡോക്ടർമാരെല്ലാം ഹൈക്കോടതിക്ക് ഓട് സംഭവിച്ച് ഞങ്ങൾക്ക് സ്വകാര്യ പ്രാക്ടീസ് ആകാം. അന്നിരുന്ന സർക്കാരുകൾ അതിനെ എതിർത്തില്ല. അതിനോടനുബന്ധമായി ഇതാ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരും കയറി പിടിച്ചു. അവർക്കാകാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കും ആയിക്കൂടാ?
അതായത് തുലവും തുച്ഛമായ ഏതാണ്ട് 10,500 താഴെയുള്ള 1,500 1,200 താഴെയുള്ള ഡോക്ടർമാർക്കും ആ ബേസ് കൊണ്ട് പ്രിവിലേജ് കിട്ടി. എന്തുകൊണ്ട് സർക്കാർ എതിർത്തില്ല? കാരണം രണ്ടുപേർക്ക് ശമ്പളം ഒന്നാണേ. അതുപോലെ തന്നെ 10 മണി തൊട്ട് 2 മണി വരെയാണ് അവരുടെ വർക്കിംഗ് ടൈം. ഈ 2 മണിക്ക് ശേഷം ബാക്കി 3 മണിക്കൂർ എന്താ പണി? ഒരു പിയൂൺ 8 മണിക്കൂർ ജോലി ചെയ്യണം, അല്ലാതെ ഒരു തൊഴിലാളി 8 മണി. ഇവർക്ക് മാത്രം എന്തുകൊണ്ട് തൊഴിൽ ചെയ്ത് കൂടാ? അവർ പറയും ഞങ്ങൾക്ക് മൊത്തം പ്രശ്നങ്ങളാണ്. എന്താണ് പ്രശ്നങ്ങൾ? അവര് പിയൂണിന്റെ പണിയെടുക്കും. പിയൂണിന്റെ പണിയെടുക്കണ്ട, ഡോക്ടറുടെ പണിയെടുത്ത് നടക്കൂല. അതുപോലെ തന്നെ ക്ഷീരകർഷകരുടെ പ്രധാന വിഷയം ഈ മന്ത്രിയുടെ കാര്യത്തിൽ പലവട്ടം ശ്രദ്ധയിൽപ്പെടുത്തിയ ശനിയാഴ്ച 2 മണിക്ക് ശേഷം അസുഖം വരാൻ പാടില്ല. അതിനുവേണ്ടി പുതിയ പദ്ധതി നൈറ്റ് ഡോക്ടറെ കൊണ്ടുവന്നു. അതായത് എല്ലാ ബ്ലോക്ക് വഴി ഒരു നൈറ്റ് ഡോക്ടർ, അത് ആ നൈറ്റ് ഡോക്ടർ ഒരു ഹെൽപ്പറും. ഒരു ബ്ലോക്കിന് എത്ര 6-7 പഞ്ചായത്തുകൾ, അത് പിന്നെ കരാർ അടിസ്ഥാനത്തിലാണ്, പലയിടത്തും വർക്ക് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ അടുത്തത് 14 ജില്ലയ്ക്ക് ഒരു 14-20 ആംബുലൻസ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി കൂടെ കൊണ്ടുവന്നു. അത് 1 മണി തൊട്ട് 8 മണി. അത് എത്രമാത്രം മോണിറ്ററിംഗ് ഉണ്ട് ഈ വിഷയം സംബന്ധിച്ച് 1962 ഈ മോണിറ്ററിംഗ് പരാജയമാകുന്ന ഒരു കഴിഞ്ഞ ഡിസംബർ ജനുവരിയിൽ ഞാനൊരു വീഡിയോ ഇറക്കിയിരുന്നു. അത് വ്യക്തമായി അതിന് കുറെ ഡോക്ടർ സംഘടന പറഞ്ഞു, അസീസ ആ പരിപാടിയൊന്നും ചെയ്യില്ല, ഞങ്ങളെ ബാധിക്കും. ശമ്പളം മേടിക്കുന്നവർ പണിയെടുത്തിട്ടാണ് ശമ്പളം മേടിക്കേണ്ടത്, അല്ലാതെ കയറുന്ന അന്ന് മാത്രം ഞാൻ ജോലിക്കാനും പിന്നെ കിമ്മളക്കാനും. നമുക്ക് പണിയെടുക്കാൻ കഴിയാത്തവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പണിയാണ് ഭരണവർഗത്തിനുള്ളത്. ഭരണവർഗം പണിയെടുക്കാത്തവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഡോക്ടർമാർക്ക് ഡോക്ടറുടെ പണി കൊടുക്കുക. അതുപോലെ ഈ LI കോഴ്സ് പഠിച്ചവർ കുറവായതുകൊണ്ട് ക്ലാസ് എടുത്ത് അവരെ LI ട്രെയിനിങ് വിട്ട് ചെയ്യുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഉദ്ദേശം 1000-ഓളം പഞ്ചായത്തില് ശരിയായ രീതിയിൽ ഒരു LIയുടെ പണിയുള്ളൂ. എന്തുകൊണ്ടാണ്? ഒരു പഞ്ചായത്ത് 2-3 LI, അപ്പൊ ജനപടിക്കാഴ് നിരവധി വിഷയങ്ങൾ. ഇതിനും ശരിയായൊരു മോണിറ്ററിംഗ് ഇല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സർക്കാർ ഡോക്ടർ ലീവാണ്, അത്യാവശ്യം ഒരു കർഷകൻ വിളിച്ചാൽ LI ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് ഒരു മരുന്ന് കുത്തിവെക്കാൻ LIക്ക് നിയമപരമായ അധികാരമില്ല. കാരണം LI കുത്തി പ്രശ്നം ഉണ്ടായ ഡോക്ടർ വെക്കില്ല. ഇതൊക്കെ വിരുദ്ധാഭാസങ്ങളാണ്. കാരണം ഇതേ സംഭവം നമ്മൾ തിരിച്ചു നിർത്തേ. ഇപ്പൊ ഗോളമ്പരം കുത്തിവെക്കാൻ LI വേണം, അതുപോലെ തന്നെ ലെംബിസ്കിൻ കുത്തിവെക്കാൻ LI വേണം. അതിന് LIയെ കൊള്ളാം, അല്ലാതെ 10 പൈസ കിട്ടുന്ന കേസിട്ട് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഇതൊക്കെ വന്നു ഭവിക്കുന്ന ക്ഷീരകർഷകർക്കാണ്. അതുകൊണ്ട് അടിയന്തരമായി നമ്മുടെ മന്ത്രി പ്രഖ്യാപനം നടത്തുകയല്ല, ക്ഷീരകർഷകർക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ നമ്മുടെ കാളവണ്ടിയുടെ അവസ്ഥയായിപ്പോകും. കാളവണ്ടി ഇപ്പം കൊച്ചു പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണ മ്യൂസിയത്തിൽ കൊണ്ടുപോകണം. മുൻപോട്ട് പോകുമ്പോൾ ക്ഷീര കർഷകൻ വകുപ്പുണ്ടായാലും മന്ത്രിയുള്ളൂ, വകുപ്പുണ്ടായാലും ജോലിക്കാരുള്ളൂ, വകുപ്പുള്ളവരെ ഡോക്ടർമാരുള്ളൂ. ഇങ്ങനൊരു കാര്യം കൂടെ നമ്മൾ ഇത് ഓർക്കേണ്ടതാണ്. അതായത് ദയവായി എൻ്റെ ക്ഷീരകർഷകർ, ഇത് കേൾക്കുന്ന എന്നെ ശ്രമിക്കുന്ന ക്ഷീരകർഷകർ പരമാവധി പിന്നെ നമുക്ക് യൂണിയൻ ഇല്ല, എല്ലാവരും പറയുന്ന വിഷയം. ചാണകംപാരിക്ക് അവിടെ യൂണിയൻ അത് ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് ഒരു യൂണിയൻ ഉണ്ടാക്കാൻ ചാണകംപാരിക്ക് പറ്റില്ല എന്ന് അവന് ലേബർ ഹൗസിൽ പോകാൻ പറ്റില്ല. ഇതൊരു ബാക്കിയുള്ള എല്ലാവർക്കും യൂണിയൻ ഉണ്ട്. പറഞ്ഞു വന്ന അഖിലേന്ത്യാ തൊഴിലാളി യൂണിയൻ വരിക. ക്ഷീരകർഷകരുടെ കാര്യം പറയാൻ ആരുമില്ല, എല്ലാവരും വകുപ്പ് നടപടിക്കാരുമാണ്, ഒരു ഗുണവുമില്ല. അടിയന്തരമായി ക്ഷീരകർഷകർക്കുള്ള ഇൻഷുറൻസ് നടപടി ചെയ്തു കൊടുക്കണം. കാരണം ഇടതുപക്ഷ സർക്കാരിന് ജനങ്ങളിൽ വിശ്വാസമുണ്ട്, അത് നടപ്പാക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആ മാൻഡേറ്റാണ് ഈ മന്ത്രിക്ക് തന്നിരിക്കുന്നത്. ആ മന്ത്രി വകുപ്പിലെ കാര്യങ്ങൾ ഏകോപിച്ചുകൊണ്ട് പോവുക. അതായത് മന്ത്രിയായിട്ട് പലവട്ടം ചർച്ച നടത്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ നടത്തുന്ന ഒരു ടെലിഫോൺ പ്രോഗ്രാം. ഒരു കർഷകന് ഡോക്ടർ ലഭ്യതയില്ല, ഒരു ക്ഷീരകർഷക ഓഫീസർ പണിയെടുത്തില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ലൈവായിട്ടൊരു പരിപാടി ചെയ്താൽ ഈ ഉദ്യോഗസ്ഥന്മാരെ മന്ത്രിക്ക് കീഴിൽ നിർത്താൻ പറ്റും. നടപ്പാക്കാൻ പറ്റാതെ മന്ത്രി പ്രഖ്യാപിക്കാതിരിക്കുക. കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിച്ച് ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കേണ്ടത് ഈ മന്ത്രിയുടെ കടമയാണ്. ശൈശവദേശ മന്ത്രിയുടെ കഴിഞ്ഞു, ഇത് 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏത് കർഷകൻ വിളിച്ചാലും മന്ത്രി ഫോൺ വിളിക്കും, വളരെ സന്തോഷമുണ്ട്. ഫോൺ എടുത്തിട്ടെന്നാ കാര്യം? പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുമോ? നടപ്പാക്കാൻ ഇപ്പൊ ഒരു കാലിത്തീറ്റ നയം 12 പേരെ കൂട്ടിയെടുത്തു. അതിനൊരു പ്രധാന വിഷയമുണ്ട്. കാലിത്തീറ്റ നയം ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ ISI BSI മാർക്ക് അനുസരിച്ചായിരിക്കണം. ഈ കേരള ഗവൺമെന്റിന്റെ ഫീഡും മിൽമയുടെ ഫീഡും ISI BSI മാനദണ്ഡം പാലിക്കുന്നില്ല. കാരണം ISI BSI നിയമം എന്ന് പറയുന്ന ഒരു കാലിത്തീറ്റ ടെസ്റ്റ് അടിച്ചാൽ എൻ്റെ അറിവിലാണ് ഞാൻ പറയുന്നത്, തെറ്റുണ്ടെങ്കിൽ പറയാം.
21% പ്രോട്ടീനും 3% ഫാറ്റും കാരണം നമ്മുടെ കേരള സർക്കാരിന്റെ ആ ഫീഡിനും മിൽമായുടെ ഫീഡിനും ഈ ഫാറ്റും ഈ പ്രോട്ടീനും ഉണ്ടോ? ഇതിനെപ്പറ്റി മന്ത്രി പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ കമന്റ് ചെയ്തത് ഞാനാണ്. ആ കമന്റ് ചെയ്തപ്പോൾ ഈ കേരള വീടിന്റെ തൃശ്ശൂരുള്ള MD കയറി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ ശരിയാക്കും. എന്തോ ശരിയായി. അതുപോലെ തന്നെ ഈ കാലിത്തീറ്റ നയത്തിന് മുൻപ് തന്നെ ഇവിടെ ഭക്ഷ്യവിഷ നയം ഉണ്ടല്ലോ. കാരണം ഒരു പ്രമുഖ കമ്പനി KSന്റെ പശുവിന്റെ കൊടുത്ത് കാലിത്തീറ്റ കൊടുത്ത് നിരവധി പശു എത്തു. എന്ത് നടപടി സ്വീകരിച്ചു? ഒരു നടപടി ഇവിടെ സ്വീകരിച്ചില്ല. ഈ അഫ്ലോടോക്സിൻ അടങ്ങുന്ന ഭൂപ്പൽ വിഷബാധ ഉണ്ടായി. ഈ യഥാർത്ഥം പറഞ്ഞാൽ ഈ പാല് പോലും കുടിക്കുന്ന കുട്ടികൾക്ക് വരെ രോഗം ഉണ്ടാവും അഫ്ലോടോക്സിൽ നിന്നും. അതിനെന്ത് നടപടി എടുത്തു? ഒന്നും എടുത്തില്ല. കർഷകനെങ്ങാണ്ട് പോയി ഇരിങ്ങാലക്കുട സമരം നടത്തി. ഒരു കർഷകന് KS ലിമിറ്റഡ് 2,50,000 ബാക്കി ആർക്കും കാലിത്തീറ്റയായിട്ട് അങ്ങ് സെറ്റ് ചെയ്തു. കാരണം ആശാൻ ഒന്ന് ചോദിച്ചാൽ ശിഷ്യന് ഒത്തിരി പിഴയ്ക്കുമല്ലോ. നമ്മുടെ സർക്കാർ ഇതാ വിഷയം നടക്കുക. സർക്കാർ കണ്ണൂർ കുറെ ഫീഡ് കൊടുത്ത് പശു എത്തു. വല്ലതും ചെയ്തോ? അതുപോലെ കൊല്ലത്തുണ്ടായി വല്ലതും ചെയ്തു. അപ്പൊ അവർക്കാവാമെങ്കിൽ നമുക്കും ആകാം. ഇതെല്ലാം കൂടെ മാറ്റിയെടുക്കാതെ ഈ അന്യം നിന്ന് പോകുന്ന വർഗങ്ങളെ മുന്നോട്ടെടുക്കാൻ പറ്റില്ല. അതുപോലെ അടിസ്ഥാനപരമായി മന്ത്രി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം മിൽമയിലെ ഉദ്ദേശം 3700 സംഘങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിലൊരു 500-700 സംഘം പോലും നല്ല രീതിയിൽ പോടുന്നില്ല. കാരണം ഇവരെടുക്കുന്ന പാലിന് ഈ ഒരു 10-300 സംഘത്തിലാണ് 43-45 വില കൊടുക്കുന്നത്. മറ്റു പല സംഘത്തിലും 30-35 ഇപ്പോൾ ക്ഷീര കർഷകർ കിട്ടുന്നത്. ഈ എടുത്താൽ പോലും മിൽമയിൽ കൊണ്ടു കൊടുത്താൽ ₹1.60 ₹1.75 സംഘത്തിന് കിട്ടും. നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 500 ലിറ്റർ കയറ്റി വിടുന്ന ഒരു സംഘത്തിന് 500 ലിറ്റർ ₹800 കിട്ടും. 3 ജീവനക്കാരും കണ്ടാൽ എവിടെ അടയ്ക്കാൻ പറ്റും? ലാഭം എന്തെങ്കിലും ലോക്കൽ സെയിലിൽ കിട്ടും. അങ്ങനെ ലോക്കൽ സെയിലിൽ ലാഭം ഉണ്ടായാൽ നല്ലൊരു ശതമാനം സംഘം പ്രസിഡന്റുമാർ അടിച്ചു മാറ്റുക. അങ്ങനെ അടിച്ചു മാറ്റുന്ന ഒരാൾ ഇവിടെ ഉള്ളത്. അതായത് ഈ സർക്കാർ നല്ലൊരു നിയമം കൊണ്ടുവന്നു. 180 ദിവസത്തിൽ 6 മാസം ഉള്ള 180 ദിവസത്തിൽ 500 ലിറ്റർ അളക്കണം. ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അത് റിവേഴ്സ് ചെയ്തു. തുടർച്ചയായി 180 ദിവസം 500, അതായത് 16-3-40 3 ലിറ്റർ അളക്കാം. നമ്മളൊന്ന് ആലോചിച്ചവരൊക്കെ ഇപ്പം പ്രമുഖ അഴിമതി നടത്തിയ മന്ത്രിയുടെ വകുപ്പിലുള്ള അതേ പ്രസിഡന്റ് ഒരു ദിവസം 3 ലിറ്റർ 6 പേരിൽ ഇളക്കുന്നു. ഇവർക്ക് പശു ഉണ്ടോ? ക്ഷീരവികസന വകുപ്പിന്റെ ബൈലോയും നോംസിലും അത് സഹകരണ സംഘ ആക്ടിന്റെ ബൈലോയും നോംസിലും ഒരു ക്ഷീര കർഷകനെ പ്രതിപാദിക്കുന്നത് സംഘത്തിൽ അംഗമാണെങ്കിൽ 3 ലിറ്റർ പാല് വെച്ച് തുടർച്ചയായി 6 മാസം എടുക്കണം. ഇങ്ങനെ ഇളക്കാത്ത എത്ര പ്രസിഡന്റുമാർ ഇവിടെ ഉണ്ട്? പരാതി കൊടുത്താൽ എന്താ ഫലം? ഒന്നും അവരെ മാറ്റി ചരിത്രമില്ല. പിന്നെന്തിനാ ഈ ക്ഷീരവികസന വകുപ്പ്? ക്ഷീരവികസന വകുപ്പിന്റെ കീഴാണ് മിൽമയുടെ ഈ സെക്രട്ടറിമാർ ഇതിന്റെ നടപടികൾ ഇതുപോലെല്ലാം ചെയ്തത്. ഇവർ ചെയ്യുന്നില്ല, നടപടി എടുക്കണ്ടേ? ഇതൊരിടത്തും നടപടി എടുക്കുന്നില്ല, പലയിടത്തും പേരിനാണ്. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ആലോചിച്ച് ഈ 3700 സംഘം പ്രസിഡന്റ്, ഈ 3700 സംഘം പ്രസിഡന്റും ഒരു സംഘം പ്രസിഡന്റ് ഞാനാണ്. എനിക്കൊരു 10 ലിറ്റർ കിട്ടുക. ഉദാഹരണമായി ഞാൻ സംഘം പ്രസിഡന്റ് അല്ല, ഞാൻ അതിൽ 7 ലിറ്ററും പുറത്ത് വിൽക്കും. അതാ എനിക്ക് പറ്റിയ ₹60 കിട്ടുവേ. ഞാൻ പിന്നെ അങ്ങനത്തെ നിലനിർത്താൻ ഒരു 3 ലിറ്റർ കൊണ്ട് കൊടുക്കും. ഈ 3 ലിറ്റർ എനിക്ക് 40-39 കിട്ടുള്ളൂ എന്ന് എനിക്കും അറിയാം. ഇതിൽ കൊടുത്താൽ നഷ്ടം. ഇത് കൊടുത്താൽ നഷ്ടമായിട്ടല്ല, ഇയാൾ വരെ ഈ പ്രസിഡന്റ് വരെ പുറത്തു വയ്ക്കുന്നു. പിന്നെ ആര് ചെയ്യായിരിക്കും? എന്നിട്ട് ക്ഷീരകർഷകൻ വിഷമത്തിലേക്ക് വരുന്ന ഈ നടപ്പാക്കേണ്ട പദ്ധതികൾ ശരിയാവണ്ണം നടപ്പാക്കാതിരിക്കുക. ഈ മന്ത്രിസഭയുടെ 3ാം വർഷത്തിലേക്ക് കിടക്കുന്ന മന്ത്രി നവകേരള യാത്രയൊക്കെ നടക്കുന്നുണ്ട്. ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് നടപ്പാക്കുക ആദ്യം ചെയ്തിട്ട്. അതാണ് ക്ഷീരകർഷകർക്ക് വേണ്ടി ഉള്ളൊരു മന്ത്രിയാണ്. വലിയ പ്രതീക്ഷയോടാണ് ഈ മന്ത്രിയെ ജനങ്ങൾ അല്ലെങ്കിൽ മന്ത്രിസഭയെ ജനങ്ങൾ കയ്യിൽ. അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് വരുമ്പം ചാടുന്ന ഒരു പ്രക്രിയയുണ്ടല്ലോ. ആ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കി. ആ കോവിഡ് വരുമ്പോൾ പ്രക്രിയ അന്ന് പാൽപ്പൊടി യൂണിറ്റ് ഓടുകയൊക്കെ ആയിരുന്നു. നമ്മുടെ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഒരു പാൽപ്പൊടി യൂണിറ്റ് മരിച്ചുപോയി. ഈ മന്ത്രിസഭ വന്നതിന് ശേഷം എന്താണ് 48-50 കോടി മുടക്കി മലപ്പുറത്ത് വരുന്നു. എന്തിയാ യൂണിറ്റ്? എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോഴല്ല ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ മന്ത്രി ചെക്ക് പോസ്റ്റ് വിഷയങ്ങളെ പറ്റി ഇവിടെ നമ്മുടെ കുഞ്ഞുകുട്ടികൾ അടക്കം കുടിക്കുന്ന വ്യാജപ്പാലാണ്. ഈ വ്യാജപ്പാൽ 14 ചെക്ക് പോസ്റ്റ് നടപടി എടുത്തു. ഇനി നടപടിയെ പറ്റി ഇപ്പം വിഷയം. നമ്മുടെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്, ഞാൻ വീഡിയോ ഇറക്കായിരുന്നു. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ ക്ഷീരവികസന വകുപ്പ്, ഈ 160 പേരുള്ള ഒരു വകുപ്പിൽ ഒരാള് ഹൈഡ്രോജൻ ഓഫീസർ, പ്രമുഖ കമ്പനിയുടെ പാലാ ഹൈഡ്രോജൻ ഓഫീസർ പിടിച്ചു. അയാൾ പിടിച്ച് അവിടെ കൊടുത്തു. അയാളെ അന്തരീക്ഷത്തിൽ കൂടെ പറപ്പിച്ചു. ഇനി ഒരു ഓഫീസർ പിടിക്കുകയില്ല. എന്ന് പേര് സംഭവിച്ചോ? 4 മണിക്കൂർ അടുത്ത വകുപ്പുണ്ട്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. അവരൊക്കെ കാണേണ്ട പോലെ കണ്ടു.
അപ്പോൾ അതിനകത്ത് കാറ്റ് ടെമ്പറേച്ചർ പോയി. അതായത് മദ്യവെച്ച ഒരുത്തിനെ പോലീസ് പിടിച്ച് ആൽക്കഹോളിക് ടെസ്റ്റ് നടത്തി അന്നേപ്പം കിട്ടും. പിറ്റേ ദിവസം ഇവിടുത്തെ വലിയ ആൾക്കാരെയൊക്കെ പിറ്റേ ദിവസവും ടെസ്റ്റ് എടുക്കുകയുള്ളൂ. അപ്പം കിട്ടില്ല. അപ്പൊ ഈ ചെക്ക് പോസ്റ്റ് വഴി നിർബാധം വ്യാജപ്പാൽ വരുന്നു. ഇതൊക്കെ തടഞ്ഞാലേ ഇവിടുത്തെ മേഖല രക്ഷപ്പെടത്തുള്ളൂ. അതിന് അടിയന്തരമായി ക്ഷീരസാധനം പരിപാടി നിലനിർത്തുകയും ഇൻഷുറൻസും അതുപോലെ തന്നെ മന്ത്രിയോട് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ പേര് അസീസ് കങ്ങട, കോട്ടയം ജില്ലയിലാണ്. മന്ത്രിയുടെ മരിച്ചുപോയ കാനരാജൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കാനം മൃഗാശുപത്രിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ്. എൻ്റെ നമ്പർ 9388000576. ഇത് പറയുന്ന കാര്യം ഞാൻ വ്യാജനല്ല, എന്നെ അറിയാവുന്നതാണ് എല്ലാവർക്കും. വ്യാജ പ്രസ്താവനയല്ല. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായ നടപടി ഉണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിച്ചാൽ ആ നടപടിക്ക് ഞാൻ 100% സാഷ്ടാംഗം നീന്നു കൊടുക്കാൻ തയ്യാറാണ്. നിയമത്തെ അംഗീകരിക്കും. പക്ഷേ പ്രസംഗിച്ചാൽ പോരാ. ജനങ്ങൾക്ക്, ക്ഷീരകർഷകർക്ക് ഒരു പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷ ഇനിയെങ്കിലും മന്ത്രി ഉണ്ടായില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകുന്ന വളരെ പ്രശ്നത്തിലാണ്. അതുപോലെ തന്നെ മന്ത്രി ഒന്ന് മനസ്സിലാക്കേണ്ടത്, കുഴനാടൻ പറഞ്ഞു 18 ലക്ഷം. എത്ര കർഷകരുണ്ടെന്ന് ആർക്കറിയാം? ഒന്നും അറിയത്തില്ല. അടുത്തത് വീണ്ടും ആലോചിച്ച് നോക്കി, ഇതിലേക്ക് പുതിയ എന്റർപ്രണർ വരുന്നത് നമ്മളെ വ്യവസായ സംരംഭമാണല്ലോ. ഈ 30 വയസ്സിൽ താഴെയുള്ള 0.001% പോലും ക്ഷീരകർഷകരില്ല. 50 വയസ്സ് പോലെ ചില ചാകാറായ എന്നെ കൂട്ടുള്ള ആൾക്കാരുണ്ടാവും. അതും കുറച്ച് കഴിയുമ്പോൾ അന്യം നിന്നു. പിന്നെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ 1 ലിറ്റർ പാലിന് 100 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട ഗതികേട് വ്യാജപ്പാൽ ഉപയോഗിക്കേണ്ട അവസ്ഥയായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിക്കേണ്ട, ചുവരുണ്ടായാലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. മന്ത്രി ആലോചിക്കേണ്ട, ഉദ്യോഗസ്ഥന്മാർ ആലോചിക്കേണ്ടത്, ഡോക്ടർമാർ ആലോചിക്കേണ്ടത്, ലൈവ് സ്റ്റോക്ക് ആലോചിക്കേണ്ടത്, ഫീഡ് കമ്പനിക്കാർ ആലോചിക്കേണ്ടത്, കുറച്ചു പേര് ഇതുകൊണ്ട് കഴിയുന്നുണ്ട്. ഈ വർഗ്ഗവില പിന്നെ ആവശ്യമില്ലല്ലോ. നിലവിലുള്ളവർക്ക് ശമ്പളം ഇനിയും പുതിയതായിട്ട് എടുക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് ചുവരുണ്ടല്ലോ ചിത്രം. ഈ മേഖല കർഷകനും കർഷകത്തൊഴിലാളിയും പെട്ട ഒരു കർഷകനാണ് ക്ഷീരകർഷകൻ. അവന്റെ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച് ഇനിയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അടിയന്തരമായി ക്ഷീരസാധനം നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെടാറ്. എൻ്റെ പ്രേക്ഷകർ അല്ലെ എന്നെ കാണുന്നവർ, എന്നെ ശ്രമിക്കുന്നവർ ദയവായിട്ട് ഇത് പരമാവധി ഷെയർ ചെയ്ത് മന്ത്രിയിലെത്തിക്കുക. അതുപോലെ പെല്ലറ്റ് രഹിത പശുവളർത്തൽ അറിവുകൾ എന്ന യൂട്യൂബ് ചാനലിൽ ഇതുപോലെ നിരവധി അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറായ 9388005756 അത് ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കും. അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. എന്തെല്ലാം പുതിയ വിഷയങ്ങൾ ചേർക്കണമോ അതേ പുതിയ വിഷയങ്ങൾ ചേർത്തുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുന്നിടം വരെ നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം.